ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് മാച്ച്. ആദ്യ മത്സരം ടൈ ആയതുകൂടി ഈ മത്സരത്തിൽ ജയിച്ച് ലീഡ് നേടാനാകും ഇരു ടീമുകളും ശ്രമിക്കുക. എന്നാൽ ഹസരംഗയുടെ പരിക്ക് ശ്രീലങ്കയ്ക്ക് വെല്ലുവിളിയാകുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കാരണം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ഹസരംഗ. കഴിഞ്ഞ ആദ്യ ഏകദിനത്തിൽ തന്നെ ഹസരംഗ 35 റൺസും അതുപോലെ 3 വിക്കറ്റും നേടിയിരുന്നു. അപ്പോൾ ഹസരംഗയുടെ ഒരു മാറ്റം ശ്രീലങ്കയെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഇന്ത്യക്ക് അത് മുതലെടുക്കാനാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിച്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റേഴ്സിനും ബൗളേഴ്സിനും അനുകൂലമായൊരു പിച്ച് തന്നെയാണ്. മാത്രമല്ല സ്വിംഗ് ബൗളേഴ്സിന് കൂടുതൽ ടേൺ ലഭിക്കുന്നൊരു പിച്ചാണ്. സോ മീഡിയം പേസ് ബൗളേഴ്സിനും അതുപോലെ സ്പിന്നേഴ്സിനെയും അനുകൂലിക്കുന്ന പിച്ചാണ്. ശ്രീലങ്കയുടെ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് പ്രേംദാസ സ്റ്റേഡിയം കൊളംബോയിലുള്ളത്. ഏറ്റവും കൂടുതൽ ആദ്യം ബാറ്റ് ചെയ്തവരാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. 80 തവണ അവർ ജയിച്ചിട്ടുണ്ട്. ടോട്ടൽ മാച്ചസ് 136 ആണ്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 242 ആണ്. ഹയസ്റ്റ് സ്കോർ 375 ആണ്. ഇന്ത്യയാണ് ആ സ്കോർ നേടിയിട്ടുള്ളത്. ലോവസ്റ്റ് 54-10 ആണ്. അത് ശ്രീലങ്കയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിനെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യ വളരെ എളുപ്പം 230 എന്നൊരു സ്കോറിൽ എത്തുകയും എന്നാൽ അവസാനം അത് കൈവിട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ ടീമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മയും ഗില്ലും തന്നെ ഓപ്പണിങ്ങിന് ഇറങ്ങും. 1 ഡൗണായി വിരാട് കോഹ്ലി ആയിരിക്കും. അതിനുശേഷം രാഹുൽ, ശ്രേയസ് അയ്യർ, ദുബെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക. ഇന്ത്യയുടെ ബൗളിങ്ങും അത്യാവശ്യം വളരെ ശക്തം തന്നെയാണ്. എന്നാൽ പുതിയ ഒരു എക്സ്ട്രാ ബൗളേഴ്സിനെ ഒരു പരീക്ഷിക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യക്ക് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ അല്ല എങ്കിൽ ഇന്ത്യ കൂടുതൽ സ്ട്രെങ്ത് ആയിക്കൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടാൻ സാധിക്കും എന്ന് കരുതുന്നു. ബെഞ്ച് പ്ലേയേഴ്സായിട്ട് പന്ത്, പരാഗ്, ഖലീൽ അഹമ്മദ്, ഹർഷത് റാണ എന്നിവർ തന്നെ കാണും. കാരണം ഇന്നത്തെ ഇതിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ ഇന്ത്യ ശ്രമിക്കില്ല. കാരണം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ലീഡ് നേടുക എന്നുള്ളത് തന്നെയാകും ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ശ്രീലങ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹസരംഗയുടെ ഒരു കുറവ് ശ്രീലങ്കയിൽ വളരെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് തന്നെ പറയാം. അവരുടെയും പ്ലേയിങ് ലെവലിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഹസരംഗ മാറും. ഹസരംഗയ്ക്ക് പകരം മിക്കവാറും ശ്രീ കരുണരത്ന ആയിരിക്കും ഇറക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിസംഗ, ഫെർണാണ്ടോ, കെ മെന്ദിസ്, സമരവിക്രമ, കരുണരത്ന, അസലങ്ക, ലിയാങ്കെ, വെല്ലങ്കെ, സിറാസ്, ധനഞ്ജയ, ഫെർണാണ്ടോ ഇവരായിരിക്കും അവരുടെ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. തീക്ഷ്ണയും പതിരിനെയൊക്കെ ഇറക്കുമോ ഇല്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. കാരണം ഒരു ലീഡ് നേടുക എന്നുള്ളത് തന്നെയാണ് ശ്രീലങ്കയുടെയും ലക്ഷ്യം. സോ ഇന്നത്തെ മാച്ച് 2:30-ക്കാണ്. ഏവരും കാണുക. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.